ഏപ്രിൽ 5 വെള്ളിയാഴ്ച. യോഹന്നാൻ 21:1-14 വരെ വാക്യങ്ങൾ. ഈ സുവിശേഷം ആരംഭിക്കുന്നത് തിബീരിയസ് കടൽ തീരത്താണ്. സൈമൺ പീറ്ററും മറ്റ് ശിഷ്യന്മാരും കടൽ തീരത്തുകൂടി നടക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിമയോൻ മീൻ പിടിക്കാൻ തീരുമാനിച്ചു. ഒന്നും ചെയ്യാതിരുന്നിട്ട് പത്രോസിന് ആകെ ഒരു വല്ലായ്മ. താൻ തീരുമാനിച്ച കാര്യം പത്രോസ് മറ്റ് ശിഷ്യന്മാരോട് പറയുകയും അവരിൽ പലരും അവനെ അനുഗമിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അവർ ബോട്ടിൽ കയറി മത്സ്യബന്ധനം മണിക്കൂറുകളോളം നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല. എത്ര നിരാശാജനകം! നേരം പുലർന്നപ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർ വള്ളത്തിൽ ഇരുന്നിടത്തു നിന്നും അധികം ദൂരെ അല്ലാത്ത കരയിൽ അവൻ നിൽക്കുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. കരയിൽ ഒരാൾ നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഈ അപരിചിതൻ അവരെ വിളിച്ച് മത്സ്യം വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് അവർ മറുപടി നൽകി. അപ്പോൾ ആ മനുഷ്യൻ വള്ളത്തിൻ്റെ മറുവശത്ത് വല വീശാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഒരു മാറ്റമുണ്ടാക്കുമെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചോ എന്ന് സംശയമാണ്. കാരണം ബോട്ടിൻ്റെ ഒരു വശത്ത് മാത്രം മത്സ്യക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും അയാൾ പറഞ്ഞതുപോലെ അവർ ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ വലകളിൽ മത്സ്യം നിറഞ്ഞപ്പോൾ സ്വാഭാവികമായും അവർ അമ്പരന്നുപോയി. ആ സമയത്ത് യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കേട്ട ഉടനെ പത്രോസ് കടലിലേക്ക് എടുത്ത് ചാടി. ബാക്കിയുള്ള ശിഷ്യന്മാർ കഴിയുന്നത്രയും വേഗത്തിൽ ബോട്ടുമായി കരയിലെത്തി. അവർ കരയിലെത്തിയപ്പോൾ യേശു അവിടെ ഒരു അടപ്പ് കൂട്ടിയിരുന്നു. വരൂ, പ്രഭാത ഭക്ഷണം കഴിക്കൂ എന്ന് യേശു അവരെ ക്ഷണിച്ചു. എന്തൊരു സന്തോഷമായിരിക്കും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞത്! തീർച്ചയായും അവരുടെ വിലാപം സന്തോഷമായി മാറി. ചില സമയങ്ങളിൽ യേശു ഇങ്ങനെയാണ്, വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. നമ്മോടൊപ്പമുള്ളത് യേശുവാണെന്ന് എല്ലായ്പ്പോഴും നമുക്ക് വ്യക്തമല്ല. എന്നിരുന്നാലും ഈ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനായി ദൈവം അയച്ചതാണെന്ന് നമുക്ക് തോന്നാം. ആ ഉദ്ദേശം എന്താണെന്ന് ഒരുപക്ഷെ അത്ര തീർച്ചയില്ലായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശു എല്ലാ ദിവസവും നമ്മുടെ അടുക്കൽ വരുന്നു. അവൻ നമ്മോട് സംസാരിക്കുകയും തൻ്റെ വാക്കാലും പ്രവൃത്തിയാലും നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. കുർബാനയിലൂടെയും പരസ്പരവും യേശു നമ്മെ സന്ദർശിക്കുകയാണ്. ഇന്ന് നമ്മുടെ മനസ്സും ഹൃദയവും ഇന്ദ്രിയങ്ങളും ഉണർന്നിരിക്കുകയും അവൻ്റെ വരവിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.